എല്ലാം ശരിയാകും എന്ന ഉറപ്പ് നൽകിയ അധികാരത്തിലേറിയ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, സ്വാശ്രയ പ്രശ്നത്തിൽ കൈവച്ചിരിക്കുകയാണ്. അതും ക്രൈസ്തവ സഭയെയും മാനേജ്മെന്റുകളെയും ഞെട്ടിച്ചുകൊണ്ട്. മുഖ്യമന്ത്രിയുടെ പരസ്യ വിമർശനത്തിന്റെ വസ്തുതകളാണ് പ്രൈം ഡിബേറ്റ് അന്വേഷിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ക്രൈസ്തവ സഭയെ ഞെട്ടിച്ചു പിണറായി. സ്വാശ്രയ ക്രമക്കേടുകളിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മുഖ്യമന്ത്രിയുടെ പരസ്യ വിമർശനം. പലരും കച്ചവട മനസ്ഥിതിക്ക് അടിപ്പെട്ടു. ലക്ഷ്യം ലാഭം മാത്രം. നിയമനത്തിൽ പോലും ലേലം വിളി. ഇടപെടാൻ വിജിലൻസിനോട് നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി. സഭയെയും മാനേജ്മെന്റുകളെയും വിശ്വാസത്തിലെടുക്കണമെന്ന മറുപടിയുമായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വിജിലൻസിന്റെ പരാജയം മറച്ചുവെക്കാതെ CPI. വിജിലൻസ് കാര്യക്ഷമമല്ലെന്ന് കാനം രാജേന്ദ്രൻ. KM മാണിക്കും K ബാബുവിനും എതിരായ അന്വേഷണം ഇഴയുന്നു. വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കുമെന്ന LDF വാഗ്ദാനം നടപ്പായില്ലെന്നും കാനം. ഗാന്ധി നിന്ദയിൽ കേന്ദ്രത്തിന് പിന്നാലെ കേരളവും. നിയമസഭാ വജ്ര ജൂബിലിയുടെ പോസ്റ്ററിൽ ഗാന്ധിജിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. പകരം EMS. രക്തസാക്ഷി ദിനാചരണ സർക്കുലറിലും അനാദരവ്. ഗാന്ധിജിയെക്കുറിച്ച് പരാമർശമില്ല. പിണറായി മോദിയുടെ വഴിയേ എന്ന് VM സുധീരൻ ന്യൂസ് 18നോട്. കലാപ്രകടനങ്ങളുടെ വിസ്മയ ലോകം തീർത്ത് കണ്ണൂർ. ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാലക്കാടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. അപ്പീൽ പ്രളയത്തിൽ താളം തെറ്റി മത്സരക്രമം. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം. മുലായവും അഖിലേഷും ഒത്തുതീർപ്പിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പഞ്ചാബ് BJPയിൽ പൊട്ടിത്തെറി. രാജിക്കൊരുങ്ങി സംസ്ഥാന പ്രസിഡന്റ്. സ്വരം കടുപ്പിച്ച് പിണറായി. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേവന സന്നദ്ധതയോടെ പ്രവർത്തനം തുടങ്ങിയ പല ക്രിസ്തീയ മാനേജ്മെന്റുകളും പിന്നീട് കച്ചവട മനസ്ഥിതിയിലേക്ക് മാറിയതായി പിണറായി പറഞ്ഞു. സ്വാശ്രയ സ്ഥാപനങ്ങൾ വന്നതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് ലാഭമുണ്ടാക്കുകയെന്ന രീതി വന്നു. ലാഭം ലക്ഷ്യം വെച്ച് അബ്കാരി ബിസിനസ്സുകാർ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. അധ്യാപകരിൽ നിന്നും ചെറിയ സംഭാവന വാങ്ങി തുടങ്ങിയത് പിന്നീട് ലേലം വിളിയിലെത്തി. കോഴ വാങ്ങാൻ തുടങ്ങിയതോടെ യോഗ്യത അട്ടിമറിക്കപ്പെട്ടതായും പിണറായി വിജയൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരമേറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിജിലൻസ് വകുപ്പിനോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന ചിലർ ഈ നാട്ടിലുണ്ട്. നിയമവിരുദ്ധമായതും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി അടങ്ങിയതുമാണ് ഈ പ്രവൃത്തി. അവരെ നിയമത്തിൻ്റെ കരങ്ങളിൽ കൊണ്ടുവരാൻ കഴിയണം. നിയമവിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ആദ്യം സേവന സന്നദ്ധതയോടെ പ്രവർത്തനം തുടങ്ങിയ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിൽ പലരെയും ഈ കച്ചവട പ്രവണത ബാധിച്ചു. എന്നാൽ ഈ പുതിയ പ്രവണത പല ക്രൈസ്തവ മാനേജ്മെന്റുകളെയും സ്വാധീനിക്കുന്നിടയുണ്ടായി. ഇപ്പോൾ അപൂർവം പേർ മാത്രമാണ് ഒഴിഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോഴും ഭാഗമായിട്ടില്ല. അപൂർവം പേർ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ പോലും വിദ്യാർത്ഥികളിൽ നിന്ന് മാനേജ്മെന്റ് പണം വാങ്ങുന്ന സ്ഥിതിയാണുള്ളത്. വിദ്യാർത്ഥി പ്രവേശനത്തിന് ഒരു മാനേജ്മെന്റ് വിഹിതം വെച്ചിട്ടുണ്ട്. ആ മാനേജ്മെന്റ് വിഹിതത്തിന് അതിൽ മാത്രമല്ല മറ്റു പലതരത്തിലുള്ള കൃത്രിമ മാർഗങ്ങളിലൂടെ അവിടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് കാശ് വാങ്ങുന്ന നില സ്വീകരിച്ചു. സർക്കാർ അധികാരമേറ്റെടുത്തപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പരാതിക്കാരില്ലെന്നാണ് വിജിലൻസിൽ നിന്നും മറുപടി ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ശ്രീ PM മനോജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഫാദർ പോൾ തേലക്കാട് KCBC എന്നിവരാണ് നേരിട്ട് ഉള്ളത്. ശ്രീ ജോസഫ് വാഴക്കൻ,
ഒരിക്കൽ കൂടി അതിശക്തമായൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നു. അത് സ്വാശ്രയ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. വിശേഷിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് കേന്ദ്രീകരിച്ച്, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധം കേരളമാകെ നിലനിൽക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസത്തിലെ കൊള്ളയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും ലേലം വിളി പോലെ നടത്തുന്ന പ്രവണതയ്ക്കെതിരെ അതിശക്തമായ ഒരു പ്രഖ്യാപനം, ഇടപെടൽ പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഒരുപക്ഷെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി എന്ന വിശേഷണങ്ങളെ നിങ്ങളൊക്കെ ഇരട്ട മുഖമുള്ള മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ പരിഹസിച്ചിട്ടുണ്ടാകാം. പക്ഷേ സമീപകാലത്ത് ഒരു ഭരണാധികാരിയിൽ നിന്നും ഉണ്ടാകാത്ത വിധം ഒരു ഇടപെടൽ ക്രൈസ്തവ സഭയെയും മാനേജ്മെന്റിനെയും ഒരു തരത്തിൽ അത് ഞെട്ടിക്കുന്നുമുണ്ടാവാം. പരസ്യമായി വിമർശിക്കുന്നു മുഖ്യമന്ത്രി. അല്ല, മുഖ്യമന്ത്രിയുടെ ഈ ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിന് ഒരു കുറവുമില്ല. വന്ന കാലഘട്ടം മുതൽ കഴിഞ്ഞ കഴിഞ്ഞ 7-8 മാസമായിട്ട് എല്ലാ കാര്യങ്ങളും ഇതുപോലെ കടുപ്പത്തിലാണ് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിൽ അത് പ്രവൃത്തിപഥത്തിലേക്ക് വരുമ്പോൾ ഈ കടുപ്പം കാണുന്നില്ല. പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ തലത്തിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്, ഒരു സ്ഥിതിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളാരും പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല. കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അഴിമതികളുണ്ട്. ഇല്ല എന്ന് ആര് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കാനും തയ്യാറില്ല, ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഈ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥി സംഘടനകളില്ല, PTA ഏതാണ്ട് ഒരു സമ്പൂർണ്ണമായ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു സർവാധിപത്യം അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇൻറ്റേർണൽ മാർക്ക് ആ സംവിധാനം വന്നതോടുകൂടി മാനേജ്മെൻറ്റുകൾക്ക് പൂർണ്ണമായിട്ടും ഈ വിദ്യാർത്ഥികളെ ചൊൽപ്പടിയിൽ നിർത്താനും അവർക്ക് ശരിയാണ്. ശ്രീ വാഴക്കൻ പറഞ്ഞു വരുന്നത് സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഞാൻ വരികയാണ് ശ്രീ വാഴക്കൻ, താങ്കളിലേക്ക് തന്നെയാണ്. സ്വാശ്രയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അത് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. നടപടികൾ ഉണ്ടാകില്ല എന്നാണ് താങ്കളുടെ പരാതിയെങ്കിൽ ഇതിൻ്റെ തുടർച്ചയിൽ നടപടി ഉണ്ടായാൽ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും സർവാത്മന പിന്തുണയ്ക്കണ്ടേ മുഖ്യമന്ത്രിയെ? സ്വാഗതം ചെയ്യണ്ടേ അദ്ദേഹത്തിൻ്റെ തുടർ നടപടികളെ? അല്ല, കോൺഗ്രസോ KSUO യൂത്ത് കോൺഗ്രസോ ഒക്കെ എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ മേഖലയിലെ തെറ്റുകൾക്കെതിരെ സമരം ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ സമരം 72-ൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയത് KSUവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അങ്ങനെ ഈ മാറ്റങ്ങൾക്ക് ഒരുപാട് നേതൃത്വം കൊടുത്തിട്ടുള്ളതും KSU. ശരിയാണ്. ആ ചരിത്രം മാറ്റിവെച്ച് വാഴക്കൻ കാര്യത്തിലേക്ക് വരാം. കാര്യത്തിലേക്ക് വരാം. പണം ലാക്കാക്കിയുള്ള നല്ല നിലയിൽ തുടങ്ങിയ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പോലും പണം പിടുങ്ങുക എന്ന് പറയുന്ന ഒരു പുതിയ കാലത്തിൻ്റെ അവസ്ഥയിലേക്ക് വീണുപോയിരിക്കുന്നു. വൈദികരെ സാക്ഷി നിർത്തി ദേവഗിരി കോളേജിൽ മുഖ്യമന്ത്രി അത് പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം, അബ്കാരികൾ ഇത് തുടങ്ങുന്നു. പണ്ടും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിജിലൻസിനെ ഏൽപ്പിക്കുന്നു, കർശനമായ നടപടികൾ ഉണ്ടാകണം എന്ന് പറയുന്നു. ഒരു പിന്തുണ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം നൽകാൻ തയ്യാറാണോ മുഖ്യമന്ത്രിക്ക്? നമുക്ക് നോക്കാം. ക്രൈസ്തവ സഭയുടെ കർദിനാൾ മാർ ആലഞ്ചേരി പോലും ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ തരത്തിൽ എവിടെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് പോലും എതിരുണ്ടാകില്ല. പിന്നെ മുഖ്യമന്ത്രി അത് തുറന്നു പറഞ്ഞതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നടപ്പിലാകണം കാര്യങ്ങൾ. അത് അവിടെ മാത്രമല്ല, ഏതെങ്കിലും ഇത്തരം കൊള്ളരുതായ്മകൾ ആര് ചെയ്താലും അത് തുറന്നു പറയാൻ കാട്ടുന്നത് ഒരു ആർജവമാണ്. പക്ഷേ ശ്രീ PM മനോജ്, എനിക്ക് തോന്നുന്നു 7 മാസത്തിനിടയിൽ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട വിമർശനപരമായ ഒരു പരസ്യ നിലപാട് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത് ഇതാദ്യമാണ്. അകമഴിഞ്ഞ പിന്തുണയാണ് വിവിധ സഭകൾ അദ്ദേഹത്തിന് വ്യക്തിപരമായും മുഖ്യമന്ത്രി എന്ന നിലയിലും ആവർത്തിച്ച് നൽകിക്കൊണ്ടിരുന്നത്. വലിയ പുകഴ്ത്തലുകളുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി അതിനെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷേ ന്യൂനപക്ഷ സംരക്ഷണം കൂടി ഉയർത്തിപ്പിടിച്ച് അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ആരു തൊട്ടാലും അപ്പോൾ വിധം മാറുന്ന ക്രൈസ്തവ സഭകൾക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാനാകും? അങ്ങനെ വന്നാൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞത് സർക്കാർ സഭയെയും മാനേജ്മെൻറ്റുകളെയും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. ഒരു അതൃപ്തിയുടെ സൂചന അതിലടങ്ങിയിട്ടുമുണ്ട്. ശ്രീ PM മനോജ്. അല്ല, വിശ്വാസത്തിലെടുക്കാനുള്ള സന്നദ്ധത കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ KCBCയുടെ പ്രതിനിധികളും
മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് എന്നൊരു വാർത്ത കണ്ടു. പരസ്പരം ഡയലോഗ് വേണം, പരസ്പരം ചർച്ച ചെയ്ത് വിഷയങ്ങളിൽ തീരുമാനം എടുക്കണം. അല്ലാതെ ഏകപക്ഷീയമായ ഏതെങ്കിലും തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഈ ഇടയ്ക്കിടയ്ക്ക് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ വിമർശിച്ചാൽ അത് ഏതെങ്കിലും വിപ്ലവ പ്രവർത്തനമാകും, വിമർശിച്ചിട്ടില്ലെങ്കിൽ പ്രീണനമാകും എന്ന ധാരണയൊന്നും എനിക്കില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം നമുക്കറിയാം, നമ്മുടെ ശ്രീ ജോസഫ് വാഴക്കൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്, ആ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി 5 വർഷം കേരളം ഭരിച്ചു. ആ ഘട്ടത്തിലൊക്കെ തന്നെ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ട്, ലേലം വിളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ രൂക്ഷതയിലുണ്ടായിരുന്നു. അന്നൊന്നും ഇങ്ങനെ ഒരു ശബ്ദം പോലും നാം കേട്ടിട്ടില്ല. ഇപ്പോഴ് മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളാണ്. അതായത് ഇന്ന് ദേവഗിരി കോളേജിലായിരുന്നു പരിപാടി, അവരുടെ വജ്ര ജൂബിലി ആയിരുന്നു. ആ വജ്ര ജൂബിലിയിൽ ദേവഗിരി കോളേജും ആ കോളേജിനോടനുബന്ധിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നൽകിയ സംഭാവന അക്കമിട്ട് മുഖ്യമന്ത്രി നിരത്തി. അതോടൊപ്പം തന്നെ ഈ നിലനിൽക്കുന്ന പ്രവണത, ആ പ്രവണത ആശാസ്യമല്ല, അത് വിദ്യാഭ്യാസ കച്ചവടം, അത് അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. അതിൽ ചില ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പോലും, അതായത് മികച്ച ലക്ഷ്യത്തോടെ, സാമൂഹിക ലക്ഷ്യത്തോടെ നേരത്തെ വാഴക്കൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാട് പരസ്യപ്പെടുത്തിയാൽ അതിനർത്ഥം അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നല്ല ബോധ്യം വന്നു, ചർച്ചകളൊക്കെ നടക്കട്ടെ. ഈ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികളാണ് കേരളം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കുന്നതെങ്കിൽ ഇനി വൈകാതെ അത് ഏത് സഭയുടേതാവട്ടെ, ഏത് മാനേജ്മെൻറ്റിൻ്റെതായിക്കോട്ടെ, ആരുടെ പിൻബലമുള്ളതും ആയിക്കോട്ടെ, നടപടികളിൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണോ സർക്കാർ സൂചിപ്പിക്കുന്നത്? അതോ വാഴക്കൻ പറഞ്ഞതുപോലെ വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രമായി ഇത് അവശേഷിക്കുമോ? അല്ല, ശ്രീ വാഴക്കന് വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം അവശേഷിച്ച ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അതേ തോന്നും. പക്ഷേ ഇവിടെ കൃത്യമായ ചില വസ്തുതകൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവണം. അങ്ങനെ ഇടപെടൽ ഉണ്ടാവണം എന്നതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അവിടെ തന്നെ പോയിട്ട് അത് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത തീരുമാനം നമുക്കറിയാലോ, ഓംബുഡ്സ്മാൻ, അതുപോലെ ഇത് നിരീക്ഷണത്തിനുള്ള സമിതി, ഇതൊക്കെ വരികയാണ്. ഈ പരിശോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ ജേക്കബ് ജോർജ്. ശ്രീ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാശ്രയത്തെക്കുറിച്ച് ഈ പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും ഈ കൂട്ടത്തിൽ പലരും വീണുപോയി എന്ന് പരസ്യമായി മുഖ്യമന്ത്രി പറയുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല ബന്ധത്തിൽ തുടരുന്ന ഒരു കാലത്താണ് അതെല്ലാം മറന്ന് ഒരു യാഥാർത്ഥ്യത്തെ പരസ്യമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി വ്യക്തമായ ബോധ്യമില്ലാതെ ഒരു കാര്യം പറയും എന്ന് വിശ്വസിക്കുന്നയാളല്ല താങ്കൾ എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രിക്ക് അങ്ങനെയാണെങ്കിൽ ഇതേക്കുറിച്ചൊക്കെ നല്ല വിശ്വാസവും നല്ല ബോധ്യവും വന്നതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ ക്രൈസ്തവ സഭയെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ അത്തരമൊരു വേദിയിൽ തന്നെ, വൈദികർ പോലുമുള്ള വേദിയിൽ തന്നെ മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്വം കാട്ടിയത്? തീർച്ചയായിട്ടും. ഒന്നാമത് ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ പ്രശസ്തവും പ്രമുഖവുമായ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തിയ പ്രസംഗം അവരുടെ ഇടയ്ക്ക് തന്നെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. അത് അദ്ദേഹം ഉത്തരവാദിത്തത്തോടുകൂടി നടത്തിയ പ്രസ്താവനയായിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെതായ തരത്തിൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. നമുക്ക് പോലും അറിയാമല്ലോ, കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ മാത്രമല്ല, വ്യക്തി മാനേജ്മെൻറ്റുകൾ, നേരത്തെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ അബ്കാരി കോൺട്രാക്ടർമാരും അതേപോലെ കശുവണ്ടി മുതലാളിമാരും ഒക്കെ ഇത് കച്ചവടമാണെന്ന് കണ്ട് തന്നെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശരിയാണ് ശ്രീ ജേക്കബ് ജോർജ്. പക്ഷേ ഇത്തവണ പ്രത്യേകത പറയുന്നത് പിണറായി ആണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, അത് കർശന. കാരണം CPM ഭരിക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ 72-ലെ വിദ്യാഭ്യാസ സമരം തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ ഒരു വലിയ സമരം തന്നെയായിരുന്നു. 57-ലെ ഇടതുപക്ഷ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്ന ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം, അന്നു മുതൽ CPM ശക്തമായ വിദ്യാഭ്യാസ രംഗത്ത്. ഒരു കാര്യമുണ്ട് വാഴക്കൻ, CPM കേരളം ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആവുന്ന വ്യത്യാസം കൂടിയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ എല്ലാ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും, നല്ല ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ എത്രയുണ്ട് കേരളത്തിൽ, നല്ല ഒന്നാന്തരം സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ, രാജഗിരി കോളേജ് എറണാകുളത്തെ, തിരുവനന്തപുരത്തെ മാറി വാന്യൂസ് മാനേജ്മെൻറ്റുകൾ, അങ്ങനെ എത്ര മാനേജ്മെൻറ്റുകളുണ്ട്. വളരെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങൾ. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, 3 പേരിലേക്കും ഞാൻ വേഗം മടങ്ങി വരാം. ഫാദർ പോൾ തേലക്കാടിനെയും പിന്നാലെ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള.